നമസ്കാരം. വിഘ്നേശ്വര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് കുമാർ. ഇന്നിവിടെ പറയാൻ പോകുന്ന ജനനസംഖ്യ 9 കുറിച്ചാണ് പറയുവാനുള്ളത്. 9 എന്ന സംഖ്യ കുജഗ്രഹത്തിൻ്റെ, അതായത് ചൊവ്വയുടെ ഒരു ചിഹ്നമാണ്. അതിദേവത ശ്രീ സുബ്രഹ്മണ്യനാണ്. ഇപ്പോൾ ഈ 9, 27 എന്നീ തീയതികളെല്ലാം ജനിച്ചവരെല്ലാം 9 ജന്മസംഖ്യ ഉള്ളവരാണ്. തീവ്രമായ മനോഗതിയും അതേണക്ക് തന്നെ അസാധാരണമായ പ്രവർത്തന ശൈലിയും ഇവരിൽ ജന്മസിദ്ധമാണ്. അതേണക്ക് തന്നെ ഇവരെ അവഗണിച്ചു കഴിഞ്ഞാൽ അത് ഇവർ പൊറുക്കുകയില്ല. പൊതുവെ ഇവർക്ക് ജീവിതാരംഭത്തിൽ പല വൈഷമ്യങ്ങളൊക്കെ നേരിട്ടേക്കാമെങ്കിലും ധീരതയും സ്ഥിരചിത്തതയും കൊണ്ട് പിന്നീട് അവർ വിജയികളാവാറുമുണ്ട്. ഇപ്പോൾ ഈ സൈനിക സേവനത്തിലൊക്കെയുള്ള അധികം പേരും ഈ 9 എന്ന ജന്മസംഖ്യ ഉള്ളവരായിരിക്കും. അതേണക്ക് തന്നെ ഇവർക്കുള്ള കാര്യം, ഇവരുടെ അടുത്ത് സ്നേഹം കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ട് ഇവരെ അനുസരിപ്പിക്കാൻ പ്രയാസമായിരിക്കും. ഇവരെ ചൊൽപ്പടിക്ക് നിർത്തി കളയാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതൊന്നും നടക്കത്തില്ല. അത് ഇവരെ ഭാര്യയാണെങ്കിൽ പോലും സ്നേഹത്തോടു കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഇവരത് അനുസരിക്കും. അല്ലാതെ നടക്കുന്ന പരിപാടിയൊന്നും നടക്കത്തില്ല. അതിനൊക്കെ ഇവർക്ക് ഏത് കാര്യത്തിലും അപൂർവമായ യുക്തികൾ തോന്നും. പരാജയങ്ങളെയൊന്നും ഇവർ അത്രയൊന്നും വകവെച്ചു കൊടുക്കും. അപ്പോൾ അത്രയങ്ങ് സഹിച്ചങ്ങ് കളയും. ഇവർ എന്തും സഹിക്കാനുള്ള നല്ല മനോബലം ഇവർക്കുണ്ടാകും. മറ്റുള്ളവരെയൊക്കെ നല്ല ഉപദേശങ്ങൾ കൊടുക്കാനും ടെൻഷൻ അടിച്ചൊക്കെ വല്ല ഇവരുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഇവർക്കുള്ള ഉപദേശം കേട്ട് കഴിഞ്ഞാൽ ആ ടെൻഷനെല്ലാം മാറ്റി നല്ല രീതിയിൽ ഇവർ കൊണ്ടുപോകാനൊക്കെ സാധിക്കും. അതിനൊക്കെ തന്നെ ധാരാളം പണം സമ്പാദിക്കുകയും അതിനൊക്കെ തന്നെ അത് വളരെയധികം ഇതായിട്ട് ചിലവാക്കുകയൊക്കെ ചെയ്യും. ഏതെങ്കിലും രംഗത്ത് നിന്ന് ഇവർ പിൻവാങ്ങുന്നുവെങ്കിൽ അത് പരാജയഭീതി കൊണ്ടാണെന്ന് കരുതണ്ട. അവർ അത് നല്ല രീതിയിൽ കരുത്താർജിച്ച് തന്നെ അത് മുമ്പോട്ട് വരികയും ചെയ്യും. അത് ശത്രുക്കളുടെ കാര്യമാണെങ്കിലും എന്ത് ഇതാണെങ്കിൽ പോലും അങ്ങനെയാണ് ഇവരുടേതായിട്ടുള്ളൊരു ക്യാരക്ടർ. ഏത് എതിർപ്പുകളെയും ഇവർ അതിജീവിക്കും. അതിന് പോരുന്ന ആ ഒരു നല്ലൊരു കഴിവും കരുത്തുമൊക്കെ ഇവർക്കത് എപ്പോഴും ഉണ്ടായിരിക്കും. പിന്നെ ഇച്ചിരി നിർബന്ധശീലങ്ങളൊക്കെ ഇവർക്കുണ്ടായിരിക്കും. എങ്കിലും നല്ലൊരു ക്യാരക്ടർ, നല്ലൊരു സ്വഭാവം തന്നെയായിരിക്കും ഇവരോട് നമ്മൾ ഇച്ചിരി സമയം ചിലവഴിച്ച് കഴിഞ്ഞാൽ സമയം പോകുന്നത് പോലും അറിയത്തില്ല. കാരണം അത്രമാത്രം ഒരു ഇച്ചിരി തമാശയൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ ഇവർക്ക് കൊണ്ടുപോകാൻ പറ്റും. സമയം പോക്കിനൊക്കെ ഏറ്റവും നല്ലൊരു രീതിയാണ് ഇവരോട് അടുത്തിടപഴകി കഴിഞ്ഞാൽ. അത് സുഹൃത്തുക്കൾക്ക് മറ്റുള്ളവർക്ക് മനസ്സിലാവുകയൊക്കെ ചെയ്യുന്നതായിരിക്കും. പിന്നെ സ്ത്രീകളെക്കുറിച്ചും ഏറെക്കുറെ ഇതേ പറഞ്ഞ കണക്ക് തന്നെയാണ് സ്ത്രീകൾക്കാകുമ്പോൾ നല്ല ശാന്ത സ്വഭാവവും നല്ല മുഖശ്രീയൊക്കെ നല്ല ഐശ്വര്യമൊക്കെ ഉള്ളവരായിരിക്കും. പിന്നെ അതേ കണക്ക് തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യങ്ങളാണെങ്കിൽ പോലും വീടിൻ്റെ കാര്യങ്ങളാണെങ്കിൽ പോലും എല്ലാം ഇപ്പം ചില പ്രയാസങ്ങളോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പോലും അതെല്ലാം ഭർത്താവിനോട് നല്ല രീതിയിൽ ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ പ്രയാസങ്ങൾ എങ്ങനെ മാറ്റിയെടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തികത്തിൻ്റെ കാര്യം എങ്ങനെ, അത് എല്ലാ രീതിയിലും ചേർന്ന് നിന്നുകൊണ്ട് തന്നെ ഭർത്താവിനെ സഹായിക്കുന്ന കാര്യത്തിനകത്താണെങ്കിലും ആ നല്ല രീതിയിൽ അങ്ങനെ കൊണ്ടുപോകുന്ന ഒരു സ്വഭാവമായിരിക്കും സ്ത്രീകളെ സംബന്ധിച്ചെടുത്ത്. ഇത്രയും കാര്യങ്ങളാണ് പറയുവാനുള്ളത്. നന്ദി, നമസ്കാരം.